وبركاته. الحمد لله الحمد لله والصلاة والسلام عليك يا رسول الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റെന്റെ സുഹൃത്തുക്കളായും താഴെ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഒരു സ്വാലിഹായ ഇബാദത്ത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്നൊരു ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മഹ്ശറയിലെ ഭയാനകരായ വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മഹ്ശറ എന്ന് പറയുന്ന ലോകത്ത് ഇന്ന് നാം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ലോകമല്ല. മഹ്ശറ എന്ന് പറയുന്ന ലോകം സൂര്യൻ തലക്ക് മീതെ ഒരു ചാണ് നിൽക്കുമ്പോൾ കത്തിജ്വലിക്കുന്നതായ സൂര്യൻ തലക്ക് മീതെ ചാണായി നിൽക്കുമ്പോൾ ആ ചൂടില് സഹിക്കാൻ കഴിയുകയില്ല. അത്രത്തോളമുള്ളൊരു സമയമാണ് മഹ്ശറ എന്ന് പറയുന്ന ലോകം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നരകത്തെ കാക്കുന്ന മലക്കായ മാലിക്കിന്റെ ചാരത്തേക്ക് പറഞ്ഞു വിടുന്നത്രേ. എന്നിട്ട് മാലിക്കിനോട് ജിബ്രീലിനോട് പറയും, യാ ജിബ്രീൽ, നരകത്തെ കാക്കുന്ന മലക്കായ കത്തിജ്വലിക്കുന്നതായ സൂര്യനേക്കാൾ കത്തിജ്വലിക്കുന്നതായ ആ നരകത്തെ കാക്കുന്നതായ മലക്കിന്റെ ചാരത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, യാ ജിബ്രീൽ, കത്തിജ്വലിക്കുന്നതായ ആ നരകത്തെ കൊണ്ടുവരാൻ പറയും ജിബ്രീലേ, കത്തിജ്വലിക്കുന്നതായ ആ നരകത്തെ കൊണ്ടുവരാൻ പറയും ജിബ്രീലേ. എന്നിട്ട് ജിബ്രീൽ മാലിക്കിന്റെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് പറയോ, യാ മാലികൂ, കത്തിജ്വലിക്കുന്നതായ നിന്റെ നരകത്ത് കൊണ്ടുവരാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. കത്തിജ്വലിക്കുന്നതായ നരകത്ത് കൊണ്ടുവരാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് മാലിക് പറയുകയാണ്, യാ ജിബ്രീൽ, അയ്യോ യൗമി ഹാദാ, ഈ ദിവസം ഏതാണ് ജിബ്രീലേ, ഏതാണ് ഈ ദിവസം എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ജിബ്രീൽ പറയുകയാണ്, യാ മാലികൂ, ഇതാണ് വിരഹത്തിന്റെ ദിവസം, ഇതാണ് ഖിയാമത്ത് നാളിന്റെ ദിവസം, ഇതാണ് ദുനിയാവിൽ ജീവിച്ച ജനങ്ങളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പറഞ്ഞു വിടുന്നതായ ദിവസം. അവിടുന്ന് വീണ്ടും ചോദിക്കുകയാണ് മാലിക്, യാ ജിബ്രീൽ, അല്ലാഹുവിന്റെ അടുക്കൽ എല്ലാവരും ഹാജരായോ? ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ ഹാജരായോ? അവിടുന്ന് ജിബ്രീൽ പറയുകയാണ്, യാ മാലികൂ, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അല്ലാഹുവിന്റെ അരികിൽ ഹാജരായിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും ചോദിക്കുകയാണ്, ഐന മുഹമ്മദും വദുനിയതു, എവിടെയാണ് മുഹമ്മദ് നബി? ലോകത്തിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മദീനയുടെ രാജകുമാരനായ നബി തങ്ങൾ എവിടെയാണ്? വീണ്ടും അവിടുന്ന് പറയുകയാണ്, എവിടെയാണെന്ന് ചോദിച്ചു പറയൂ ജിബ്രീലേ. അവിടുന്ന് ജിബ്രീൽ പറയുകയാണ്, നബിയേ, ദുനിയാവിലുണ്ടായിരുന്ന സൃഷ്ടികളും അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളും മറ്റു ഉമ്മത്തുകളും അല്ലാഹുവിന്റെ അരികിലുണ്ട്. ജിബ്രീൽ പറയും, അല്ലാഹുവിന്റെ അരികിലുണ്ട്. അവിടുന്ന് വീണ്ടും മാലിക് പറയുകയാണ്, യാ ജിബ്രീൽ, കത്തിജ്വലിക്കുന്നതായ നരകത്ത് കൊണ്ടുവരുമ്പോ സൂര്യനേക്കാൾ ചൂടുള്ളതായ, തീനേക്കാൾ ചൂടുള്ളതായ, കത്തിജ്വലിക്കുന്നതായ നരകത്ത് കൊണ്ടുവരുമ്പോ എങ്ങനെയാണ് നബി തങ്ങളുടെ സമ്മതങ്ങൾ സഹിക്കുക? എങ്ങനെയാണ് ഒരാൾ ചൂട് സഹിക്കുക? അവർ ദുനിയാവിലെ ബലഹീനരല്ലേ, ദുനിയാവിലെ ബലഹീനായി ജീവിച്ചവരല്ലേ, മണ്ണിനോട് ലയിച്ചു പോയവരല്ലേ? എങ്ങനെയാണ് അവിടുന്ന് ചോദിക്കാറുന്ന ചോദ്യത്തില് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും മിണ്ടുകയില്ല. കാരണം ജിബ്രീലിന് വരറിയാം അല്ലാഹുവിന്റെ മഹ്ശറയുള്ള ദുനിയാ പ്രയാസം എങ്ങനെയാണ്, അവിടെയുള്ള
സ്വലാത്തു വസ്സലാമിനറിയാം. വീണ്ടും അവിടുന്ന് ജിബ്രീൽ ചോദിക്കുകയാണ്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുമ്പോ ആരെല്ലാം സ്വർഗത്തിലേക്ക് പോകും, ആരെല്ലാം നരകത്തിലേക്ക് പോകും? അവിടുന്ന് മാലിക് പറയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ വെച്ച് വിചാരണ ചെയ്യുമ്പോൾ ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ എന്ന് പറഞ്ഞ് ജനങ്ങൾ രണ്ടായി പിളർത്തുമ്പോൾ രണ്ട് ഭാഗങ്ങളിലേക്ക് ജനങ്ങളെ മാറ്റിവിടരുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകളെയും ഓരോ സ്ഥലത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹ്ശർ എന്ന് പറയുന്ന ലോകത്ത് ഇന്ന് ദുനിയാവിൽ ജീവിച്ചതിനേക്കാൾ വളരെ എന്തോ ഒരു ഭയാനകമായ ലോകമാണ് എന്നറിയുമ്പോ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിലുള്ള ജനങ്ങളെല്ലാവരെയും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോ ആ മഹ്ശറിലെ എല്ലാ മനുഷ്യരും മറ്റുള്ളവരെ ഔറത്തിലേക്ക് നോക്കുകയില്ലേ? അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എല്ലാ മനുഷ്യരും അവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും അവനവന്റെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിക്കുക. എല്ലാവരും അവനവന്റെ കാര്യത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യനോ മറ്റുള്ളവരെ ഔറത്തിലേക്ക് നോക്കുകയില്ല. കാരണം ആ മഹ്ശർ എന്ന് പറയുന്ന ലോകത്ത് എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. താൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് പോലും ഒരു മനുഷ്യനും അറിയുകയില്ല. അവരെല്ലാവരും അല്ലാഹുവേ എന്നെ സ്വർഗത്തിലാക്കണമേ, എന്നെ നരകത്തിലാക്കണമെന്ന് ഒരു മനുഷ്യനും പ്രാർത്ഥിക്കുകയില്ല. കാഫിറായ മനുഷ്യൻ വരെ അവിടുന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുവേ എന്നെ സ്വർഗത്തിലാക്കണേ എന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യനും മഹ്ശർ എന്ന് പറയുന്ന ലോകത്ത് ചെല്ലുമ്പോ അവന്റെ കാലുകളെ ചലിപ്പിക്കുകയില്ല. ഇവിടുന്ന് മുന്നിലേക്കോ പിന്നിലേക്കോ ഒരു മനുഷ്യനും തന്നെ ചലിപ്പിക്കുകയില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് 4 ചോദ്യങ്ങൾ ചോദിക്കുമെന്നതാണ്. ആ ചോദ്യങ്ങൾക്ക് അവൻ വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ അവനവന്റെ കാലിനെ ചലിപ്പിക്കാവുന്നതാണ്, അവന് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ചലിപ്പിക്കാവുന്നതാണ്. മുമ്പിലേക്കാണെങ്കിൽ മുന്നിലേക്ക്, പിറകിലോട്ടാണെങ്കിൽ പിറകിലോട്ട്, എവിടേക്ക് വേണമെങ്കിലും അവനക്ക് തിരിക. ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യമാണ്, എന്തിനു വേണ്ടി ഞാൻ നിനക്ക് തന്ന ആയുസ് എന്തിനു വേണ്ടി നീ ചിലവഴിച്ചു? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചോ? കാഫിറിന്റെ മാർഗത്തിൽ ചിലവഴിച്ചോ? രാഷ്ട്രീയക്കാരന്റെ മാർഗത്തിൽ ചിലവഴിച്ചോ? ഒരുത്തന്റെ മാർഗത്തിലാണെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാണെങ്കിൽ നിന്റെ കാലം നിനക്ക് മുന്നിലോട്ട് ചവിട്ടാം. വീണ്ടും രണ്ടാമത്തെ ചോദ്യം അല്ലാഹു ചോദിക്കുകയാണ്, നീ എന്തിനു വേണ്ടി ഞാൻ നിനക്ക് തന്ന അറിവുകൾ നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? നീ എന്നെ കുറിച്ച് ധാരാളം അറിവുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? മൂന്നാമത്തെ ചോദ്യം അല്ലാഹു ചോദിക്കുകയാണ്, എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേൾക്കണേ, 1 രൂപയാണെങ്കിലും നിനക്ക് കിട്ടിയ പണം നീ എങ്ങനെ സമ്പാദിച്ചു? അതിന് നീ എങ്ങനെ ചിലവഴിച്ചു? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ 1 രൂപയാണെങ്കിൽ പോലും ഹലാലായ മാർഗത്തിൽ നിന്നാണെങ്കിലും ഹറാമിന്റെ മാർഗത്തിൽ നിന്നാണെങ്കിലും എവിടെ നീ ചിലവഴിക്കുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കുന്നതാണ്, എവിടെ നീ സമ്പാദിച്ചു? എങ്ങനെയാണ് നീ സമ്പാദിച്ചത്? തൂമ്പയുടെ കൈ പിടിച്ചുകൊണ്ട് കിളച്ചുകൊണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ഒരു 500 രൂപ കിട്ടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കുന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഹലാലായ മാർഗത്തിൽ നിന്ന് കച്ചവടം ചെയ്തിട്ടാണെങ്കിലും രാത്രി സൂര്യന്റെ ചൂടിൽ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് പണം സമ്പാദിച്ചാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കുന്നതാണ്, എന്തിനാണ് നീ ചിലവഴിച്ചത്? 500 രൂപ വൈകുന്നേരം നിനക്ക് കിട്ടിയാൽ ആ 500 രൂപ 5000-നേക്കാൾ ബറകത്തുള്ളത് ഹബീബായ രാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയുകയാണ്. ഇത് പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ വളരെ സുഖസുന്ദരത്തോടെയാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ലോകത്ത് നിന്ന് ലോകത്തേക്ക് ചെല്ലുമ്പോൾ മഹ്ശർ എന്ന് പറയുന്ന നാടിൽ നിന്ന് അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈറിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞു വരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.